ഗായ്സ് ഞാനിങ്ങനെ സിറ്റിയിൽ ഒരു പണിയില്ലാതെ നിൽക്കുമ്പോഴായിരുന്നു കേട്ടോ നമ്മുടെ സ്വീറ്റ് ഫോൺ വിളിച്ചത്. ഒരു പുതിയ കാർ മോഡിഫൈങ് ചെയ്യുന്ന കട വന്നിട്ട് പറയാനായിട്ടാണ് വിളിച്ചത്. കാറിന് നന്നായി മോഡിഫൈ ചെയ്ത് കൊടുക്കുമെന്നാണ് പറയണത് കേട്ടോ. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, അവൻ്റെ വീട്ടിലേക്ക് നേരെ വെച്ച് പിടിച്ച് ഗായ്സ്. അപ്പം ഞാൻ ഇപ്പോൾ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ട് വരാം കേട്ടോ. ഗായ്സ്, നിങ്ങൾ ഈ ഗണ്ണിൻ്റെ കാര്യം ആലോചിക്കണ്ട. ഇന്നലെ ഇട്ട വീഡിയോ കണ്ടവരാണ് ഞങ്ങൾക്ക് മനസ്സിലാകേണ്ട കേട്ടോ ഗൈസ് ഇത് എന്താന്ന്. ഇത് നമ്മൾ ഇന്നലെ പോലീസ് സ്റ്റേഷൻ വെറുതെ കയറിയപ്പോൾ കിട്ടിയൊരു ഗണ്ണാട്ടോ ഗൈസ്. അപ്പം ഉണ്ടായ പ്രശ്നങ്ങളാണെങ്കിൽ എൻ്റെ ഷോർട്സിലേക്ക് പോയാൽ മതി കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് കയറാം. ഹേയ് സീജ, നീ വന്നോ? ഞാൻ വിളിച്ചത് വേറൊന്നല്ല, അവിടെ പുതിയൊരു കാർ മോഡിഫൈ കട തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത്ര സൂപ്പർ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. നീ ഒന്ന് പോയി നോക്ക്. ഞാൻ പോയിട്ടില്ല, പക്ഷെ അതെൻ്റെ സുഹൃത്തിൻ്റെ ആണ്, അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാവും. ശരി സ്വീറ്റേ. അപ്പോൾ ഗൈസ് നമ്മുടെ സ്വീറ്റ് പറഞ്ഞ് നിങ്ങളെല്ലാം അത് കേട്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും സമയം പഠിപ്പിക്കണ്ട, അവൻ്റെ വണ്ടി തന്നെ എടുത്തിട്ട് നമുക്ക് പോവാട്ടോ അങ്ങോട്ട്. അപ്പോൾ അവൻ വഴിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നുന്നുണ്ട്, അതുകൊണ്ട് അതൊന്നും സീനില്ല. ഇനി നമുക്ക് അവിടെ എത്തിയാൽ മാത്രം മതി കേട്ടോ ഗൈസ്. ഗൈസ്, ആ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം കേട്ടോ നമ്മുടെ സ്വീറ്റ് പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം. ഗൈസ്, ഇതാ ഒരു ആളിതാ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. നീയാണല്ലേ സ്വീറ്റ് പറഞ്ഞ ആള്? സ്വീറ്റ് പറഞ്ഞിരുന്നു നിനക്ക് വേണ്ടി ഒരു വണ്ടി മാറ്റി വെക്കണമെന്ന്. ഇതാ വണ്ടി. ഓ, ഇത് സ്വീറ്റിൻ്റെ ആണോ? ഓ അല്ല, വണ്ടി എന്റെയാ. സ്വീറ്റ് എൻ്റെ അടുത്ത സുഹൃത്തായത് കാരണം അവൻ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തതാ. അവിടെ കാണുന്നതാണ് എൻ്റെ മോഡിഫൈയിങ് ഷോപ്പ്. നിന്റെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ മോഡിഫൈ ചെയ്യാം. ഗൈസ്, ആള് പറഞ്ഞ പോലെതാ പിന്നിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ആളുടെ ഗാരേജ്. ആ ഗാരേജിലൊന്ന് കയറി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. ഗൈസ്, പറഞ്ഞ പോലെ ഇവിടെ കുറേ പരിപാടികളുണ്ട് കേട്ടോ ഗൈസ്. റൂഫ് കളർ പെയിൻറ്റിങ് കണ്ടോ ഗൈസ്. പെയിൻറ്റിങ് ഞാൻ കാട്ടിയിട്ട് വരണം ഗൈസ്. കുടുക്കാച്ചി പെയിൻറ്റുകളുണ്ട്, പക്ഷെ നമുക്ക് അത്ര പൈസ ഇല്ല, അത്രയുള്ളൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇത് ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുള്ള വീഡിയോ ഇറക്കാട്ടോ ഗൈസ്. പുറത്തേക്ക് ഇറങ്ങാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്വീറ്റൊന്ന് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഒരു കാർ ഡാൻസിങ് പരിപാടിയാണ്. കാറിങ്ങനെ നമ്മുടെ എല്ലാം ഒരു ഡാൻസിങ് കാർ എന്നാണ് കേട്ടോ ഗൈസ് ഇതിനെ പറയുക. അതേപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകണത് കേട്ടോ. അവിടെ കുറേ ടീംസ് ഇതേപോലെ വന്നിട്ട് സ്ഥിരം ഒരു പരിപാടി നടത്താറുള്ളതാണ്. എന്തായാലും അങ്ങോട്ട് ചെല്ലാം. നമ്മുടെ കാറിൻ്റെ കളറൊന്നും നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി അവിടെ ചെന്നിട്ട് മോഡിഫൈ ചെയ്തില്ല എന്ന് പറയണ്ട, പക്ഷെ അത് കിട്ടിയില്ല, അത് ഡിലീറ്റായി പോയ പാർട്ട്. പിന്നെ നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ്ട നമ്മുടെ സ്ഥലം. ഓഫ്, ഏതാ സാധനം കാറുകൾ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ? പക്ഷെ നമ്മുടെ ആശ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതാ വരുന്നു, നമ്മുടെ കാറിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. സാറ് ചോദിക്കണേ എത്ര ഇതാണ് വേണ്ടതെന്ന് വേജർ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൾ വരും കേട്ടോ ഗൈസ്. അപ്പോൾ അതാ വന്നിട്ടുണ്ട് നമ്മുടെ ആൾ. പക്ഷെ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിൽക്കണം കേട്ടോ ഗൈസ്. അങ്ങനെയാണ് അത് ചെയ്യണത്. ഇപ്പോൾ ഗൈസ് ഞാൻ തിരിച്ചെത്തിയിട്ടോ. ഞാൻ കുറേ നേരം അവിടെ ഒന്ന് പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങളെ അവിടുത്തെ എല്ലാവരുമായിട്ട് ചങ്ക്സായി. കുറേ നേരം അങ്ങനെ ഞങ്ങളവിടെ നിന്നു കേട്ടോ ഗൈസ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരുത്തൻ ഒരു കട്ടറൊക്കെ എടുത്തേക്ക് തന്നു കേട്ടോ. നീ വെച്ചോ വെക്കി തന്നതാണ് ഗൈസ്. നന്നായി മുറി കിട്ടോ സാധനം. അപ്പം നമ്മളെന്തായാലും നമ്മുടെ ഒരു ചങ്കിനെ കാണാൻ വന്നതാണ് വീട്ടിലേക്ക്. ഇപ്പോൾ അവിടെ എന്തോ വലിയ പണിയിലാണ് കേട്ടോ ഗൈസ്. നീ വന്നോ? ഞാൻ നിനക്ക് വേണ്ടി കുറെ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. നമുക്കൊരു ഇട വരെ പോവാനുണ്ട്, അർജന്റാണ്. നീ വേഗം വരണം തീച്ചേ. എങ്കടാ എന്താണ് പ്രശ്നം? നമ്മളിന്നൊരു വീട് കൊള്ളയടിക്കാനാണ് പോകുന്നത്. എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. നീ വേണം കൊള്ളയടിക്കാൻ. നിനക്കത് പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പിന്നെ ഞാൻ നോക്കാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി. നീ നോക്കിയേ പറ്റൂ. വേഗം കയറ് സീജ, വേഗം കയറ്. നമുക്ക് പെട്ടെന്ന് പോണം. രാവിലെ അവനൊക്കെ മുമ്പ് പോയി റോബ് ചെയ്തിട്ട് വരണം ആ വീട്.
ഗൈസ് ഇവൻ പറഞ്ഞു കേട്ട് നമ്മളിത് അവിടെ റോബ് ചെയ്യാൻ പോവാണ്. എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. ഈ റോബ് ചെയ്തിട്ട് വലിയ പരിചയമില്ല. നമ്മളൊന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് വിടാം കേട്ടോ ആളുടെ വീട്ടിലേക്ക്. വഴിയൊക്കെ പിന്നെ അറിയാം, നമുക്ക് പിന്നെ പറയുന്നിടത്തേക്ക് പോയാൽ മതി. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ആ സിദ്ധാട്ടാവൻ പറഞ്ഞ സ്ഥലം ഇതോടെ റെഡ് മാർക്ക് ചെയ്തിരിക്കണുണ്ടോ. പെട്ടെന്ന് തന്നെ ഇറങ്ങാം നമുക്ക്. ഇനി അവിടെ പോയി പെട്ടെന്ന് റോബ് ചെയ്യണം കേട്ടോ ഗൈസ്. ഹേ സീജ, ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നീ വേഗം പോയി റോബി. പരമാവധി ശബ്ദം ഉണ്ടാക്കാതെ വേണം പോവാൻ. ഗൈസ് നമ്മുടെ ചങ്ക് പറഞ്ഞോണ്ടാ കേട്ടോ ഗൈസ് നമ്മൾ ഇത്ര റിസ്ക് എടുക്കുന്നത്. നമ്മുടെ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ ഫുൾ റിസ്ക് എടുക്കും. ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടാലറിയാം, ഫുള്ള് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി കേട്ടോ നമ്മുടെ റിസ്ക്. നമ്മളെന്തായാലും അകത്ത് കയറിയിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ടാട്ടോ ഗൈസ് നമ്മൾ പോണ്. ഇരുന്ന് പോവാം. നമുക്ക് മെല്ലെ കയറി നോക്കാം കേട്ടോ. ഓ നോയ്സ് കേൾക്കുന്നുണ്ട് അവിടെ. അവിടെ ഇരിക്കേണ്ട സാധനം മെല്ലെ എടുക്കാം. എടുത്ത് ഗൈസ് ശബ്ദം ഉണ്ടാക്കാതെ ഇറങ്ങി പോവാട്ടോ, അല്ലെങ്കിൽ ആളെ എത്രയും പെട്ടെന്ന് പിടിക്കും നമ്മളെ. അയ്യോ ശബ്ദം ഉണ്ടാക്കി ഗൈസ്. അയ്യോ ആളെ കാണിക്കുന്നുണ്ട് ഗൈസ്. ആളെ എണീച്ചേനെ ഇപ്പം തന്നെ കേട്ടോ. നമുക്ക് മെല്ലെ സ്കൂട്ടാവാം ഗൈസ്. നമ്മൾ അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നമുക്ക് അടുത്തെടുക്കാൻ പോവാട്ടോ ഗൈസ്. ഇതാ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അതും എടുത്തിട്ട് പോവുക, അല്ലെങ്കിൽ ആളെ എണീക്കും. നേരത്തെ തന്നെ ആളൊന്ന് എണീക്കാൻ നോക്കിയതാണ് കേട്ടോ ഗൈസ്. ഇത് അടുത്തതും വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 2 കൂടി എടുത്തിട്ട് നമുക്ക് പോവാട്ടാ. ഈ റൂമിൻ്റെ ഗൈസ് ആളിവിടെ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ചാച്ചിക്കോട്ടാ, നമുക്കത് മെല്ലെ എടുത്തിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാം. ഒന്നുകൂടി മതിട്ടോ ഗൈസ്, അതിനെ നമുക്ക് നിർത്താം. അടുത്തത് ആ തന്തയുടെ റൂമിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ ഗൈസ്. അതിൻ്റെ സീനില്ല, നമുക്കത് എടുക്കാം. ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഗൈസ്. ഇതും കൂടി വെക്കുമ്പോൾ കംപ്ലീറ്റ് ആയി ഗൈസ് നമ്മുടെ മിഷൻ. വാടാ പോവാം കേറിക്കോ ഗൈസ്. നമ്മൾ എടുത്ത പണമൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എടുത്ത് വെക്കാൻ പോകട്ടെ ഗൈസ്. നമ്മുടെ ചങ്കിൻ്റെ സ്വന്തം സ്ഥലമാണ്. ഇതാ ഈ ഗാരേജിൽ കൊണ്ടുപോയി വെക്കാൻ പോകട്ടെ ഗൈസ്. അയ്യോ പൈസ മൊത്തം പൊഴിയനെ. മെല്ലെ കയറ്റാം ഗൈസ്. നമ്മൾ പൈസ ഒക്കെ അവിടെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഏതാ മാസ്. എന്നാ ശരി സീജെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഈ പൈസ വെച്ച കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ആവശ്യം വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് മിഷൻ പാസ്ഡ്. അപ്പോൾ നമ്മളങ്ങനെ മിഷൻ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഫ്രണ്ടിനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ. ഹൊയ്.